ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഒരു പഴത്തിനെ കൊണ്ട് ചക്കയപ്പം ചൂടുന്ന പോലെ ചൂടുന്നതാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട്. കൊപ്പരി ഉണ്ടല്ലോ, കൊപ്പരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടിയും ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം പാന് കാഞ്ഞിട്ടാകുമ്പോൾ. എന്നിട്ട് നമുക്ക് തേങ്ങ കൊത്തിട്ടിട്ട് വറുത്തെടുക്കാം. പാന് കാഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം നമുക്ക് പഴം ഇതിൻ്റെ അകത്തേക്ക് ഇടാം. അപ്പോൾ ഇതിലെല്ലാം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് നല്ലോണം തോന്ന് വന്നിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആ പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. അപ്പോൾ പഴം ഇന്ന് നല്ലോണം ചക്ക വരട്ടുന്ന പോലെ നമുക്ക് പഴം വരട്ടി എടുക്കുക. നല്ലോണം വരണ്ട് വരട്ടെ. പഴം നല്ലോണം വരണ്ട് വന്നതിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ കഴിച്ചത് പഴമെല്ലാം നല്ലോണം വരണ്ട് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെല്ലം ഇട്ട് കൊടുക്കണം. വെല്ലവും കൂടിയിട്ട് വേണം ഇതിനിപ്പം വഴങ്ങി വരാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം.
മുറിച്ചത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലോണം വഴന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇത് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അരിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ടാണ് ചക്കയപ്പം ചുടുന്നത് പോലെ പഴത്തിൻ്റെ അപ്പം നമുക്ക് ചുട്ട് ആവിയിൽ വേവിച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാണാം. വരണ്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തും കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഗൈസ്. എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് വരുന്നില്ല. എന്നിട്ട് ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഏകദേശം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതാ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുന്നതാണ്. തീ ഓഫാക്കിയിട്ട് തണിയട്ടെ. ഓഫാക്കി ഗൈസ്. ഇനി തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതെല്ലാം തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പൊടി ഇടുന്നുണ്ട് പാത്രത്തിലേക്ക്. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പഴം വരട്ടിയത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ടിക്കിൽ പിന്നെയും നമുക്കിടാം. ഇപ്പം ഞാൻ ഇതെല്ലാം കുഴക്കുന്നുണ്ട് ഗൈസ്. കുഴച്ച് റെഡിയാക്കട്ടെ. കുറച്ചും കൂടി പൊടിയിട്ട് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി പഴം വരട്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുണ്ട്. നല്ല കണ്ടീഷനായിട്ട് തളിഞ്ഞിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ചെറിയൊരു ചൂട് കഴിക്കുന്നുണ്ട്. അപ്പം ഞാനെല്ലാം കുഴച്ചെടുത്തിട്ട് കാണാം. നമുക്ക് ഉരുട്ടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്. അടിപൊളിയായിട്ട് ഞാൻ കുഴക്കട്ടെ. അപ്പോൾ ഗൈസ് എന്നിട്ട് നമുക്ക് കാണാം. എല്ലാം കുഴച്ചതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ ഞാനെല്ലാം ഉരുട്ടിയിടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടല്ലോ, എല്ലാം കുഴച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഉപ്പിലച്ചപ്പാന്ന് എടുത്തിട്ടുള്ളത് ഗൈസ്. എന്നിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ആവിയിൽ വെക്കാനുള്ള. അപ്പോൾ അതിൻ്റെ തട്ടും വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഉപ്പിലച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പിലച്ചപ്പിൻ്റെ അകത്താണ് ഞാൻ ഇതാക്കുന്നത് കേട്ടോ. വാഴയിലയല്ല, ഉപ്പിലച്ചപ്പാന്ന് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഒരു ചപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉരുട്ടിയിട്ട് എടുക്കട്ടെ. വീണൂരം
ചക്കയപ്പം ആക്കുന്നത് പോലെ തന്നെ ഞാൻ ആക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് ആക്കിയിട്ട് വെക്കുന്നത്. വാഴയിലയിലാന്ന് വാട്ടിയിട്ടാക്കുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ മുട്ടായിക്ക് ചുരുട്ടിയ പോലെ ആക്കിയിട്ടാക്കും. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അങ്ങനെ ആക്കി എടുക്കാം. ആവശ്യത്തിന് ഉരുട്ടിയിട്ടെടുക്കാം. പരത്തിയിട്ടായാലും എടുക്കാം, ഇങ്ങനെ ഉരുട്ടിയിട്ടായാലും എങ്ങനെ വേണ്ടിയിട്ടും എടുക്കാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിനെ മാറ്റി മാറ്റി ഏത് രൂപത്തിൽ വേണ്ടിക്കൊക്കെ പരത്തിയിട്ട് വേണ്ടിക്കലും എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ മുട്ടായിൻ്റെ ആകൃതിയിലാക്കിയിട്ടാണ് എടുക്കുന്നത് എല്ലാ കാര്യവും. എന്നിട്ട് നമുക്കത് മുറിച്ചിട്ടെടുക്കാം. അപ്പം ഇനി അടുത്ത് അപ്പം ഇങ്ങനെ ഞാനെല്ലാം എടുത്ത് ആവിക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാ ഗൈസ് എല്ലാം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇത് വെന്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. അതല്ലേ നല്ലത്. എല്ലാം അടിപൊളിയായിട്ട് വെന്തതിൻ്റെ ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ പഴത്തിനെ കൊണ്ടുണ്ടാക്കിയ ചക്കയട പോലത്തെ അട വെന്തോന്ന് നോക്കാം. ഓ വെന്തിരിക്കുന്നു വെന്തിരിക്കുന്നു. വെന്തിരിക്കുന്നു വെന്തിരിക്കുന്നു. ഇതാ ഗൈസ്, ഇതാ വെന്തിരിക്കുന്നു. വേണ്ട കാണുന്നുണ്ടല്ലോ, വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. അപ്പം നമുക്ക് തീ ഓഫാക്കാം. ഇനി വെന്തതിന് പിന്നെയും നമുക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് പ്ലേറ്റിലെടുത്ത് ഇട്ട് വെക്കാം. ചൂട് കൊണ്ടൊരു രക്ഷയില്ല മക്കളെ. എന്തൊരു ചൂടാണെന്നറിയാം. ഇതാ ഗൈസ്, പഴം കൊണ്ടുണ്ടാക്കിയ അട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ, സൂപ്പർ അടിയാണ്. ഇനി ഞാനിത് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുറിച്ച് നോക്കട്ടെ ഗൈസ്, എന്നിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു തരാം. മുറിക്കാൻ ഇവിടെ പീശാത്തി വരും. പഴത്തിനെ കൊണ്ടുണ്ടാക്കിയ അടകൾ. ഇത് ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ പഴത്തിനെ കൊണ്ടുണ്ടാക്കിയ അട ഇതാ ഇവിടെ റെഡിയായിരിക്കുകയെന്ന് കണ്ടല്ലോ. ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളി അട തന്നെയാണ്. ഇതാ കണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടാ. ഒരു പീസ് ഞാൻ എടുത്ത് കഴിച്ചു നോക്കാം. ചക്കയട പോലെ തന്നെ ഉണ്ട്. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ അട തന്നെയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.